യൂട്യൂബ് ഒരു കാലത്തൊരു സ്വപ്നമായിരുന്നു. ഇന്നത് ചിലരുടെ ജീവിതമാണ്. ഒരു ക്യാമറ ഓണാക്കിയാൽ ലോകം മുഴുവൻ നമ്മളെ കാണും. നമ്മൾ ചിരിക്കുന്നതും നമ്മൾ കരയുന്നതും നമ്മൾ തകർന്നു പോകുന്നതും. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കരയേണ്ടത് ലോകത്തിന് മുന്നിലാണോ? ഇന്ന് പല യൂട്യൂബർമാരും വ്യൂസിനു വേണ്ടി സ്വന്തം ജീവിതം തുറന്നു കാട്ടുന്നു. സ്വകാര്യ നിമിഷങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ വിള്ളലുകൾ, ഇത് കണ്ടന്റാണ് എന്ന് പറഞ്ഞ് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വെക്കുന്നു. ആദ്യം ആളുകൾ കാണുമ്പോൾ കമന്റ് ചെയ്യും, അഭിനന്ദിക്കും, ചിലപ്പോൾ പരിഹസിക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മളെ ഒറ്റപ്പെടുത്തും. നമ്മൾ അത് സഹിക്കണം. നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ വാക്ക് നമ്മൾ മറക്കാം, പക്ഷേ അത് മനുഷ്യർ മറക്കില്ല. ഒരിക്കൽ വൈറലായ ഒരു ക്ലിപ്പ് ജീവിതം മുഴുവൻ നമ്മളെ പിന്തുടരും. യൂട്യൂബർ ആയതുകൊണ്ട് നമ്മൾ സ്വകാര്യത ഇല്ലാതാക്കണമോ? നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾക്ക് വേദന ഉണ്ടാവില്ലേ, നമ്മൾക്ക് കരയാൻ തോന്നില്ലേ, നമ്മൾക്ക് ചില കാര്യങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കില്ലേ? എല്ലാം പങ്കുവെക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയേണ്ടതില്ല എല്ലാം. വ്യൂസ് കൂടുമ്പോൾ സന്തോഷം കിട്ടും, ലൈക്സ് കൂടുമ്പോൾ തൃപ്തി ഉണ്ടാകും. പക്ഷെ മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ ആ വിജയത്തിന് എന്ത് വില? ഒരു വീഡിയോ നമ്മുടെ ജീവിതം നിയന്ത്രിക്കരുത്. ഒരു കമന്റ് നമ്മുടെ ആത്മവിശ്വാസം തകർക്കരുത്. ക്യാമറ ഓണാക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കൂ, ഇത് എൻ്റെ കുടുംബത്തെ വേദനിപ്പിക്കുമോ? ഇത് എൻ്റെ സ്വകാര്യത കവർന്നെടുക്കുമോ? ഉത്തരം അതേ ആണെങ്കിൽ അത് കണ്ടന്റ് അല്ല, അത് ജീവിതമാണ്. യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോമാണ്, ജീവിതമല്ല. ജീവിതം ജീവിക്കാനുള്ളതാണ്, വ്യൂസ് നേടാൻ വേണ്ടിയല്ല. വിജയിക്കാം, പക്ഷെ സ്വന്തം ജീവിതം നഷ്ടപ്പെടാതെ. ഇതാണ് യൂട്യൂബറും സ്വകാര്യ ജീവിതം തമ്മിലുള്ള മറക്കരുതാത്ത സത്യം.